നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൈൽസ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ നിർണായക നീക്കം. മരണത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപിച്ച കുടുംബം രംഗത്തെത്തിയതോടുകൂടി അടക്കം ചെയ്ത പള്ളി ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്താൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. കണ്ണൂർ ചാക്കരക്കൽ ഇരുവേരി സ്വദേശിയായ ഷാനവാസിന്റെ മൃതദേഹമാണ് ജൂലൈ 7 രാവിലെ പുറത്തെടുത്ത ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടവും നടത്തുക. ഇന്ന് രാവിലെ പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. പൈൽ ശസ്ത്രക്രിയയെ തുടർന്ന് ആരോഗ്യനില വഷളായ ഷാനാസ് ബാംഗ്ലൂരിലെ വിക്ടോറിയ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നതാണ് കാണിച്ച് ഷാനവാസിന്റെ ഭാര്യ ബാംഗ്ലൂരു പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു. ശാസ്ത്രീയ അന്വേഷണത്തിനായി നടപടി ഇന്നാണ് ആരംഭിക്കുന്നത്. നിർണായകമായിട്ടുണ്ട്. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം തെളിവുകളും ആവശ്യമുണ്ട് എന്ന് വിലയിരുത്തിയ കോടതിയാണ് മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനം ഉണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങിയ മെഡിക്കൽ സംഘത്തിന്റെയും സാന്നിധ്യത്തിൽ ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു. തുടർന്ന് പ്രത്യേക മെഡിക്കൽ സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൃത്യമായ റിപ്പോർട്ടുകൾ ബാംഗ്ലൂരിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടുകൂടി കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും കുടുംബവും. குடும்பத்தின் പ്രതികരണമുണ്ട്, കേൾക്കാം. ஆனா அவருக்கு சின்னது கட்டி இருந்தது, உட்கார இடத்துல பிரைவேட் பார்ட்ல சின்னது கட்டி இருந்து எல்லாரும் பைல்ஸ்ன்றாங்க. ஆனா பைல்ஸ் இல்ல. அவரு டெலிவரி வேலை செய்யறது மெடிசின் சப்ளை, அதனால உட்கார இடத்துல கட்டி மாதிரி இருந்ததுக்கு நாங்க நோவு இருந்துச்சு. அதனால விக்டோரியா ஹாஸ்பிட்டல் கவர்மெண்ட் ஹாஸ்பிட்டல்ல போய் அட்மிட் பண்ணோம். அட்மிட் பண்ணதுனால அவங்க ரொம்ப கேர்லெஸ்ஸா இந்த மாதிரி ஆப்ரேஷனே ராங்கா பண்ணி சின்ன கட்டி இந்த பெருசு பண்ணி ஓப்பன் சர்ஜரி பண்ணி அதிலே வீட்டுக்கு டிஸ்சார்ஜ் பலவந்தமா எங்களை வீட்டுக்கு டிஸ்சார்ஜும் பண்ணிடுறாங்க. நாங்கள் எவ்வளோ கேட்டாலும் எங்களுக்கு அவங்க இது பண்ணுறது இல்லை. பலவந்தமாக டிஸ்சார்ஜ் பண்ணி எங்களை வீட்டுக்கு அனுப்பிட்டு அது வீட்டில் வந்த மேலே பிளட்டு போய் அந்த பிரைவேட் பார்ட்ஸ்லேருந்து ரத்தம் போய் ஆஸ்பத்திரி போய் நாங்கள் எவ்வளோ வாட்டி பிளாஸ்டிக் சர்ஜரிக்கு அவங்க பிளாஸ்டிக் சர்ஜரிக்கு போக சொல்கிறாங்க. பிளாஸ்டிக் சர்ஜரி டிபார்ட்மெண்ட் போனால் அங்கேயே தான் ஹாஸ்பிட்டல், விக்டோரியா ஹாஸ்பிட்டல், அது கவர்மெண்ட். அங்கே போனாக்கா அவங்க இன்னும் இங்கே பிளாஸ்டிக் சர்ஜரிக்கு இன்னும் ரெடி ஆகல சொல்றாங்க. சிகிச்சை அங்கே சரியாவே இல்லை. கவர்மெண்ட் ஹாஸ்பிட்டல் ரொம்ப கேர்லெஸ். நம்ம ஏதோ கொஞ்சம் ஏழைப்பட்டுங்கோ கஷ்டம் இருக்குது நினைச்சு நம்ம அங்கே கவர்மெண்ட் ஹாஸ்பிட்டலுக்கு போகுது. ஆனால் அவங்க இந்த மாதிரி கேர்லெஸ் ரொம்ப நெக்லிஜென்சி பண்றாங்க. போலீஸை சமீபிச்சோம். அப்புறமா நாங்க ரெட்டானமெல்ல போய் போலீஸ் கிட்டே போனோம், அந்த ஹாஸ்பிட்டல் சூப்பர்டென்ட் கிட்டே போனோம். அவங்க பார்த்தா ரொம்ப அந்த சூப்பர்டென்ட் இன்னும் ரொம்ப ரொம்ப கேர்லெஸ் பண்றாங்க. இந்த மாதிரி நிறைய பேரை நான் பாக்குது, எங்க போறீங்களோ போன்ட்டு கேர்லெஸ்ஸா பேசுறாங்க. நம்ம எங்க போகுது, நம்ம கையில அவ்வளோ வசதி இல்ல. நம்ம ஏதோ கவர்மெண்ட் ஹாஸ்பிட்டல் தேடி போகுது. சின்ன சின்ன 4 കുട്ടി இருக்குது എനിക്ക്. തീർച്ചയായിട്ടും മുന്നേ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുന്നേ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ പോലീസ് വന്നു, കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-5 ദിവസത്തിന് മുന്നേ നമുക്കൊരു ലെറ്റർ തരികയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്ന് ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഏകദേശം 8 മണിയാകുമ്പോഴേക്ക് അവർ വരുമെന്നാണ് ഇപ്പം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ബന്ധുക്കൾ പരാതി നൽകി, ബാംഗ്ലൂരുള്ള ബന്ധുക്കൾ പരാതി നൽകിയിട്ടാണ് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ബാംഗ്ലൂർ കോടതി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഓർഡറുമായി കർണാടക പോലീസ് വരികയായിരുന്നു ചെയ്തത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കബറ് മാന്തുന്ന, അതായത് എടുക്കുന്ന ഒരു രൂപം ആദ്യമായിട്ടാണ് വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വളരെ പഴക്കമുള്ള ഒരു മഹലാണ് ഇത്. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് ഇവിടെ മറമാടിയിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരമൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹൽ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നിലുണ്ടാവും എന്ന് പറയും.